നൂറനാട് ലെപ്രസി സാനിറ്റോറിയം ആശുപത്രിയിൽ 23 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ആശുപത്രി കെട്ടിടങ്ങൾ ജനുവരി 3 വെള്ളിയാഴ്ച മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. മുഖ്യപ്രഭാഷണം നടത്തുമെന്നും എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ചാരുമൂട്ടിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയം ആശുപത്രിയിൽ നബാർഡ് RIDF പദ്ധതിയിൽ 23 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനമാണ് ജനുവരി 3 വൈകിട്ട് 3 മന്ത്രി വീണ ജോർജ് നിർവഹിക്കുന്നത്. എം.എസ്. അരുൺകുമാർ എം.എൽ.എ. അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എം.പി. മുഖ്യപ്രഭാഷണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സംസ്ഥാന കയർ കോർപ്പറേഷൻ ചെയർമാൻ G. വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളുമായിരിക്കും. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുക്കും. പുതുതായി നിർമ്മിച്ച 2 കെട്ടിടങ്ങളിലായി 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് സൗകര്യമാണ് ഉള്ളത്. ഒരു കെട്ടിടത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സിമറ്റ് നഴ്സിംഗ് കോളേജ് പ്രവർത്തിച്ചു വരുന്നു. MLA SDF-ൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് കയർ കോർപ്പറേഷനിൽ നിന്നും വാങ്ങിയ ബെഡുകൾ മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും വിതരണം ചെയ്യും. 50 ബെഡുകളുള്ള ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിന് MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ചതായും അരുൺകുമാർ MLA അറിയിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KA ജനീഷ്, RMO ഡോക്ടർ NS മഞ്ജുഷ, സിമറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ലതാ ദാമോദരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.